ഹൃദയപൂർവം ഭാഗം 127. രാത്രി ഏറെ കഴിഞ്ഞിരുന്നു. ഈശ്വർ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. കോടതിയിലെ കാഴ്ചകൾ ഇനിയും മനസ്സിൽ നിന്നും പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. സ്ക്രീനിൽ തെളിഞ്ഞ പേര് തരുൺ. ഒരു നിമിഷം ഈശ്വർ ഫോൺ എടുക്കാതെ നോക്കി. പിന്നെ പതുക്കെ ചെവിയിലേക്ക് ചേർത്തു. ഹലോ. അപ്പുറത്തു നിന്ന് ശബ്ദം. പതിവില്ലാത്ത രീതിയിൽ വിറയ്ക്കുന്ന പേടി പോലെ. ഈശ്വർ, അവള് താര വീട്ടിലില്ല. അത് കേട്ടതും ഈശ്വർ നേരെയിരുന്നു. എന്താ പറഞ്ഞത്? ശബ്ദം ശാന്തമായിരുന്നു. പക്ഷേ അവന്റെ മനസ്സിൽ എന്തോ തെളിഞ്ഞു. അതെ ഈശ്വർ, ഞങ്ങൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അവൾ പോയിട്ടുണ്ട്. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അച്ഛനും അമ്മയും ഒന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. സത്യം പറയുന്നില്ല. അവൻ ദീർഘശ്വാസം എടുത്തു. ഈശ്വർ, നിനക്കറിയാലോ ലക്ഷ്മിയുടെ കേസ്. എന്റെ അച്ഛനും അമ്മയും ലക്ഷ്മിയെ ഉപദ്രവിച്ചത് തന്നെയും തന്റെ മകളെയും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതും കമ്മീഷണർ ഓഫീസിൽ. എന്നെ അവിടെ നിന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പരാതിയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് തരുൺ പറഞ്ഞു. ഇതിന് പിന്നിൽ ലക്ഷ്മിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. തരുൺ പറഞ്ഞു. ഈശ്വർ, അവൾ ഞങ്ങളെയും എല്ലാ പ്രശ്നങ്ങളിലും വലിച്ചിഴയ്ക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പുറത്ത് ഈശ്വർ പതുക്കെ ഒന്ന് ചിരിച്ചു. തരുൺ, നിനക്ക് ആ വീട്ടില് എന്ത് റോളാണ് ഉള്ളത്? നിന്റെ വീട്ടിൽ ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് നീ അറിഞ്ഞിട്ടില്ല. നിന്റെ സ്വന്തം പെങ്ങൾ അവിടെ നിന്ന് പോയിട്ട് പോലും നീ അറിഞ്ഞിട്ടില്ല. നിനക്ക് എത്രമാത്രം ആ വീട്ടിൽ സ്വാധീനം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും കൊള്ളാം. എനിക്ക് നിന്റെ കാര്യം ഓർത്തിട്ട് നിന്നോട് സഹതാപം തോന്നുന്നു എന്ന് പറഞ്ഞ് ഈശ്വർ ചിരിച്ചു. അത് ആശ്വാസത്തിന്റെ ചിരിയല്ല, ഒരു അവസരം തെളിഞ്ഞു കിട്ടിയതിന്റെ ചിരിയായിരുന്നു. ഇതെല്ലാം കേട്ട് തരുണിന് ലക്ഷ്മിയോട് വല്ലാത്ത ദേഷ്യം തോന്നി. തന്റെ വീട്ടുകാർ പോലും തനിക്ക് ഒരു വിലയും തരാത്തത് അവള് കാരണമാണ്. അച്ഛനും അമ്മയ്ക്കും എന്തിനാ, സഹോദരിക്ക് പോലും അവളെയാണ് ഇഷ്ടമെന്ന് അവന് തോന്നി. ഈശ്വർ, നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരുപോലെ പ്രശ്നമായി ലക്ഷ്മി മാറിയിട്ടുണ്ട്. തരുണിന്റെ ശബ്ദം ദേഷ്യം കൊണ്ട് വിറച്ചു. നീ പറ ഈശ്വർ, ഞാൻ എന്തു ചെയ്യണം? ഞാൻ എന്തും ചെയ്യാൻ റെഡിയാണ്, തരുൺ പറഞ്ഞു. ഈശ്വർ കുറച്ചുനേരം ഒന്നും പറഞ്ഞില്ല. പിന്നെ പതുക്കെ പറഞ്ഞു. എനിക്കറിയാം എന്തു ചെയ്യണമെന്ന്. എനിക്കിനി നിന്റെ സഹായം വേണ്ട. വേണമെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം. നീ എന്നെ സഹായിച്ചിട്ടൊന്നുമില്ലല്ലോ. എന്തിന്? സ്വന്തം വീട്ടിൽ പോലും ഒരു അഭിപ്രായം ഇല്ലാത്തവൻ, ഒരു വിലയും ഇല്ലാത്തവൻ, ആ നിന്നെ എന്തിനാണ് എനിക്ക്? എന്തായാലും ഇങ്ങനൊരു കാര്യം അറിയിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം എന്ന് പറഞ്ഞ് ഈശ്വർ ഫോൺ കട്ട് ചെയ്തു. തരുൺ സോഫയിലേക്ക് ചാരിയിരുന്നു. ഇത് വെറും ഒരു കുടുംബ പ്രശ്നമല്ല, ഇത് ഒരുപാട് പേരെ തകർക്കാൻ ഒരു അപകടകരമായ വഴിത്തിരിവാണ് എന്ന് അവന് തോന്നി. അവൻ അച്ഛന്റെയും അമ്മയുടെയും റൂമിലേക്ക് നോക്കി. അവിടുത്തെ ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട്. അവർ കിടന്നു എന്ന് അവന് മനസ്സിലായി. അവൻ അപ്പോഴും ഹാളിൽ തന്നെ ഇരുന്നു. കൂടെ അവന്റെ ഭാര്യയും. രണ്ടുപേരും പരസ്പരം സംസാരിച്ചില്ല. ഹാളിലെ ലൈറ്റ് അപ്പോഴും തെളിഞ്ഞു തന്നെ കിടന്നു. പക്ഷേ തരുണിന്റെ ഉള്ളില് പൂർണ്ണമായും ഇരുട്ട് വീണ് കഴിഞ്ഞിരുന്നു. ഫോൺ കട്ട് ചെയ്ത് ഈശ്വറിന്റെ ചുണ്ടില് ഒരു പുഞ്ചിരി തെളിഞ്ഞു. അത് സന്തോഷത്തിൻ്റെതല്ല, അത് സൂചന കിട്ടിയതിന്റെ സന്തോഷമായിരുന്നു. അടുത്ത നിമിഷം ഈശ്വർ ഹരിയെയും സച്ചിദേവിനെയും വിളിച്ചു. അവർ 3 പേരും ഒരു മുറിയിൽ കൂടിയപ്പോൾ ആ മുറിയിലെ വായു തന്നെ കനത്തിരുന്നു. താര വീട്ടിൽ നിന്നും പോയി, ഈശ്വർ പറഞ്ഞു. അത് കേട്ട് ഹരി ഞെട്ടി. അത് തരുണിന്റെ സഹോദരിയല്ലേ? അവൻ അറിയില്ലേ ആ കുട്ടി എങ്ങോട്ടാ പോയത് എന്ന്? ഇല്ല എന്ന് ഈശ്വർ തലകുലുക്കി. സച്ചിദേവ് ഒന്നും പറഞ്ഞില്ല. അവൻ കസേരയുടെ അറ്റത്തിരുന്ന് ഓരോ വാക്കുകളും വളരെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. ഫോൺ ഓഫാണ്. ഈശ്വർ തുടർന്നു. തരുണിന്റെ അച്ഛനും അമ്മയും സഹോദരിയും ലക്ഷ്മിയുടെ കേസുമായി ബന്ധപ്പെട്ട ലക്ഷ്മിയെ അന്വേഷിക്കുന്നവർ തങ്ങളെയും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് കമ്മീഷണർക്ക് പരാതി കൊടുത്തതിന് ശേഷമാണ് ആ കുട്ടി പോയിരിക്കുന്നത്. അത് കേട്ട് ഹരിയുടെ നെറ്റി ചുളിഞ്ഞു. അത് ഡേഞ്ചർ അല്ലേ, ഒരു പെൺകുട്ടി ഇങ്ങനെ അപ്രത്യക്ഷമാകുക എന്നത്? അത് കേട്ട് സച്ചിദേവിന്റെ മുഖം പെട്ടെന്ന് മാറിയിരുന്നു. അവന്റെ ഉള്ളില് ഒരൊറ്റ ചിന്ത മാത്രം. അവൾ എന്റെ പെണ്ണാണ്, അവളെ ഞാൻ സേഫ് ആക്കിയിട്ടുണ്ട്. അവന്റെ മനസ്സില് ഒരു തണുപ്പ് വീണു. എന്തായാലും നമ്മൾ താരയെ കണ്ടുപിടിക്കണം. അവളെ നമ്മൾ പൊക്കാം എന്ന് കരുതിയ സമയത്ത് തന്നെയാണ് അവളെ കാണാതായിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് പിന്നിൽ ഉറപ്പായിട്ടും ലക്ഷ്മിയും അവളെ സഹായിക്കുന്നവരും തന്നെയായിരിക്കും. അവളെ സഹായിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അവളുടെ ഭർത്താവ്, അവനും അവന്റെ കൂടെയുള്ളവരും ആയിരിക്കും ഇപ്പോ ഈ താരയുടെ മിസ്സിങ്ങിന് പിന്നിലും.
അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി, ദേവിക, താര ഇവർ 3 പേരും ഒരു സ്ഥലത്തുണ്ട്. അതെനിക്ക് ഉറപ്പാണ്, ഈശ്വർ പറഞ്ഞു. അപ്പൊ ഇനി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഹരി ചോദിച്ചു. കണ്ടുപിടിക്കണം, കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വർ സോഫയിലേക്ക് ചാരിയിരുന്നു. ആ സമയം സച്ചിയുടെ ഫോൺ റിങ് ചെയ്തു. അവൻ കട്ട് ചെയ്തു. പിന്നെയും വിളിച്ചു. 1 മിനിറ്റ് നിങ്ങൾ സംസാരിക്ക്, ഞാൻ ഈ കോളൊന്ന് എടുക്കട്ടെ. അവൻ ശാന്തമായി പറഞ്ഞുകൊണ്ട് അവൻ പതുക്കെ എഴുന്നേറ്റു. ഈശ്വർ അവനെ നോക്കി. ആ നോട്ടത്തിൽ ചോദ്യമുണ്ടായിരുന്നു. സന്ദീപാണ്. അത്രയും പറഞ്ഞുകൊണ്ട് സച്ചിദേവ് പുറത്തേക്ക് ഇറങ്ങി. അവൻ ഫോൺ എടുത്ത് താരയെ വിളിച്ചു. എന്താ അമ്മു, ഞാൻ നിന്നോട് അങ്ങോട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വിളിക്കുന്നത്? അവൻ അല്പം ദേഷ്യത്തിൽ ചോദിച്ചു. എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാൻ ഇവിടെ വന്നിട്ട് ഇത്രയും സമയമായിട്ടും സച്ചിയേട്ടൻ വിളിച്ചിട്ടില്ലല്ലോ. അവിടെ എന്തായി എന്നറിയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്, അവൾ പരിഭവത്തോടെ പറഞ്ഞു. അത് കേട്ട് അവന്റെ ചുണ്ടില് ഒരു പുഞ്ചിരി വിരിഞ്ഞു. എപ്പോഴും അവളുടെ പരിഭവം അവൻ ഇഷ്ടമാണ്. അവൻ മാത്രമാണ് താരയെ അമ്മു എന്ന് വിളിക്കുന്നത്. പിണങ്ങല്ലേ പെണ്ണെ, ഞാൻ അവരുടെ അടുത്തായിരുന്നു. നീ മിസ്സിംഗ് ആണ് എന്നറിഞ്ഞ് അവിടെ തുടങ്ങിയിട്ടുണ്ട് ഈശ്വരനും ഹരിക്കും വെപ്രാളം. അതുകൊണ്ട് അവർ പറയുന്നത് കേട്ട് ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു, അവൻ പറഞ്ഞു. അവരെന്നെ അന്വേഷിച്ചു വരുവോ? അവൾ ചോദിച്ചതും അമ്മു, നിനക്ക് തമാശയാണ്. ഇത് തമാശയല്ല. നിന്നിലൂടെ അവർ നിന്റെ ലച്ചു ചേച്ചിയുടെ അടുത്തേക്ക് എത്താനാണ് ശ്രമിക്കുന്നത്. നീ മനസ്സിലാക്കണം. നിന്നെ കിട്ടിയാൽ ദേവികയെയും ലക്ഷ്മിയെയും അവർ പൊക്കും. അതുകൊണ്ട് സൂക്ഷിക്കണം. ഞാൻ വിളിച്ചോളാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ എന്റെ ഫോണിൽ നീ വിളിക്കാൻ നിൽക്കണ്ട. എന്റെ ഫോണെങ്ങാനും ഹരിയോ ഈശ്വറോ എടുത്തു നോക്കിയാൽ പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ ആരുടെയും നമ്പറിൽ പേര് ഒറിജിനൽ ഇട്ടിട്ടില്ല, തെറ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത്, സച്ചി പറഞ്ഞു. ഇല്ല, ഞാൻ വിളിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ എന്നെ വിളിച്ചാൽ മതി. ഞാൻ എന്തായാലും ഇവിടെ ഹാപ്പിയാണ്. ആ പിന്നെ ഒറ്റ കാര്യം കൂടി ചോദിച്ചിട്ട് ഞാൻ വെക്കുകയാണ്. നിങ്ങൾ എന്നാണ് ഇങ്ങോട്ട് വരിക? അവൾ ചോദിച്ചു. അവളുടെ പരിഭവവും ദേഷ്യവും നിറഞ്ഞ ശബ്ദം കേട്ട് ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നത്? അവൻ ചോദിച്ചു. എന്തിനാണെന്ന് ചോദിച്ചാ, കണ്ടിട്ട് കുറെ നാളായല്ലോ, കാണണമെന്ന് തോന്നി. നിങ്ങൾക്ക് എന്നെ കാണണമെന്നില്ലെങ്കിലും എനിക്ക് നിങ്ങളെ കാണണമെന്നുണ്ട്, അവൾ പരിഭവത്തോടെ പറഞ്ഞു. എനിക്ക് നിന്നെ കാണണം എന്നില്ലാന്ന് നിന്നോടാരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞുവോ? അവൻ ചോദിച്ചു. എന്തിനു പറയണം? നിങ്ങൾ കാണിക്കുന്നത് കണ്ടാൽ അറിയില്ലേ നിങ്ങൾക്ക് എന്നെ കാണണമെന്ന് ഒന്നുമില്ല. ഞാൻ ഇവിടെയുണ്ട്. എപ്പോഴെങ്കിലും എന്നെ കാണണമെന്ന് തോന്നിയ ഇങ്ങോട്ട് പോര്, അവൾ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. പിണങ്ങി എന്ന് മനസ്സിലായി. പക്ഷെ ഇപ്പോ ആ പിണക്കം മാറ്റാൻ പറ്റിയ സാഹചര്യമല്ല. അവൻ വേഗം ഫോണിൽ സന്ദീപിനെ വിളിച്ചു. പിന്നെ കാര്യങ്ങളെല്ലാം അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ അടുത്തേക്ക് ഹരിയും ഈശ്വറും വരുന്നത്. അവരുടെ സാമീപ്യം പുറകിൽ അറിഞ്ഞതുപോലെ അവൻ തിരിഞ്ഞു നോക്കാതെ തന്നെ, എന്തായാലും ഏട്ടൻ അവിടെ ചെന്ന് നോക്ക്. ഷോപ്പിൽ അവരുടെ ലോഡ് എത്തിയിട്ടില്ലെങ്കിൽ എന്നോട് പറയും. ഞാൻ പോയി വേണ്ട വിധം കൈകാര്യം ചെയ്തോളാം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പറയണം. നീ വെറുതെ മിണ്ടാതെ ഇരുന്നിട്ട് കാര്യമില്ല എന്നെല്ലാം സച്ചി പറയുന്നുണ്ട്. ഇവനിതെന്താ പറയുന്നത് എന്നുള്ള രീതിയിലായിരുന്നു സന്ദീപ്. പെട്ടെന്ന് സന്ദീപിന്റെ അടുത്തുണ്ടായിരുന്ന മാധവിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായതും അവൻ സന്ദീപിന്റെ ചുണ്ടിൽ കൈവച്ച് മിണ്ടരുത് എന്ന് പറഞ്ഞു. പിന്നെ സന്ദീപിന്റെ ചെവിയിലായിട്ട്, അവിടെ എന്തായി കാര്യം? ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ പറ്റിയോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അത് കേട്ട് സന്ദീപ് മാധവിനെ ഒന്ന് നോക്കി. ചോദിക്കാൻ മാധവ് വീണ്ടും കാണിച്ചു. സന്ദീപാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഈശ്വർ അവന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയിരുന്നു. എന്നാൽ അതറിയാതെ സന്ദീപ്, എന്തായി, ആ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിഞ്ഞോ? സന്ദീപ് ചോദിച്ചു. സന്ദീപ്, ഇത് ഞാനാണ്, ഈശ്വർ. അത് കേട്ട് സന്ദീപ് ഒന്ന് ഞെട്ടി. അത് ഞാൻ ദേവയെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. എന്തായി, ആ കുട്ടി എവിടെയാണെന്ന് കണ്ടുപിടിച്ചോ? അവൻ വീണ്ടും ചോദിച്ചതും, ഇല്ല, കണ്ടുപിടിച്ചിട്ടില്ല. ഒരു സമാധാനവും ഇല്ല. അവൾ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിച്ച് തിരികെ കൊണ്ടുവന്നേ പറ്റൂ. ഡിവോഴ്സ് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എനിക്ക് കണ്ടുപിടിച്ചല്ലേ പറ്റൂ. അവൻ പറയുന്നത് കേട്ടതും സന്ദീപ് ശരത്തിനെ നോക്കി. അടുത്തു നിന്ന മാധവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഞാൻ സച്ചിയോട് ചോദിക്കാനിരിക്കുകയായിരുന്നു, ഇങ്ങോട്ട് വരുന്നില്ലേ എന്ന്. സന്ദീപ് പറഞ്ഞതും, ഇല്ലടാ, അവൻ കുറച്ചു ദിവസം കൂടി ഇവിടെ നിൽക്കട്ടെ. അവനും ഈ ഹരിയുമൊക്കെ ഉള്ളത് എനിക്ക് ആശ്വാസമാണ്. അതല്ല ഈശ്വർ, സിത്താര ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണല്ലോ. അതാ ഞാൻ ചോദിച്ചത്. നീ ഇങ്ങോട്ട് വാ, കുറച്ചു ദിവസം ഇവിടെ നിൽക്ക്. എനിക്ക് നിങ്ങളെല്ലാവരും ഇവിടെ ഉള്ളപ്പോൾ വലിയൊരു ആശ്വാസം തന്നെയാണ്, ഈശ്വർ പറഞ്ഞു. നീയും ഇങ്ങോട്ട് വാ. സഞ്ജയ് 2 ദിവസമായി അങ്ങോട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് അങ്ങോട്ട് പോന്നിട്ടുണ്ട്.
അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടി അവൻ അവിടുത്തെ കാര്യങ്ങൾ നോക്കട്ടെ. നീ ഇങ്ങോട്ട് വാ, ഈശ്വർ പറഞ്ഞു. സഞ്ജയ് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടോ? സന്ദീപ് ചെറിയൊരു ഞെട്ടലോടെ ചോദിച്ചു. പോന്നിട്ടുണ്ട്. അപ്പോ അവിടെ എത്തിയിട്ടില്ല? സമയം ഇത്രയായല്ലോ എന്ന് പറഞ്ഞു ഈശ്വർ വാച്ചിൽ സമയം നോക്കി. അത് അവൻ എത്തിയിട്ടുണ്ടാകും, ഞാൻ എത്തിയിട്ടില്ല, അതുകൊണ്ടായിരിക്കും. അവൻ ചിലപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാകും, അവൻ പറഞ്ഞു. നീ ഫോൺ സച്ചിക്ക് കൊടുത്തേ, സന്ദീപ് പറഞ്ഞതും ഈശ്വർ ഫോൺ സച്ചിക്ക് കൊടുത്തു. എടാ, ഞാനിപ്പോ ഒന്നും പറയാത്തത് ഇപ്പോ അവൻ അവിടെ ഉള്ളത് കൊണ്ടാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. സഞ്ജയ് ഇങ്ങോട്ട് പോകുന്ന കാര്യം എന്താ നീ പറയാതിരുന്നത്? സന്ദീപ് ചോദിച്ചതും ഈ ടെൻഷന്റെ ഇടയ്ക്ക് ഞാൻ മറന്നു പോയതാണ്, സച്ചി മാറി നിന്നുകൊണ്ട് പറഞ്ഞു. കൊള്ളാം, ഞാൻ എന്തായാലും വൈകി. ഇന്നിപ്പോ ഞാൻ വീട്ടിൽ പോകുന്നില്ല. സന്ദീപ് പറഞ്ഞതും ഇന്നെങ്കിലും വീട്ടിലേക്ക് ചെല്ലടാ, എപ്പോഴും അവിടെ തന്നെ നിൽക്കാതെ. നീ പോടാ, നിനക്ക് അസൂയല്ലേ? സന്ദീപ് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. അതെ, എനിക്ക് വീട്ടിൽ പോണം, സന്ദീപ് വിഷമത്തോടെ പറയുന്നത് കേട്ടതും നീ പൊക്കോ, നിന്നെ ഞങ്ങൾ ആരെങ്കിലും പിടിച്ചു വച്ചിട്ടുണ്ടോ? അടുത്ത് നിന്ന ഉദയൻ പറഞ്ഞു. നിനക്കൊന്നും ഒരു സ്നേഹവുമില്ല, ഞാൻ എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത്? ദേ, ഇവൻ കൊണ്ടുപോയി ആക്കി തരും, ഉദയൻ മാധവിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. എന്തിന്? ഈ 2 വീട് അപ്പുറം പോകാൻ എനിക്ക് നിങ്ങൾ കൊണ്ടുപോയി ആക്കി തരണോ? അതല്ല, എന്റെ ഗംഗയല്ല യമുന, ഉദയൻ പറഞ്ഞതും ഞാൻ അവിടെ പോയി അവനെ ഒന്ന് മുഖം കാണിച്ചിട്ട് ഞാൻ വരും, നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ചവിട്ടിക്കുലുക്കി അവൻ പോകുന്നത് കണ്ടതും ഇവനെന്താ അകത്തേക്ക് പോകുന്നത്? പുറത്തേക്ക് പോകാതെ ഗംഗയെ കാണാൻ പോകുന്നതായിരിക്കും, മാധവ് പറഞ്ഞു. ആ സമയം ശരത്തിന്റെ അച്ഛനും അമ്മയും പോയ കാറ് വീടിന്റെ മുറ്റത്ത് വന്ന് നിന്നു. അവരെ കണ്ടതും ശരത്തിന്റെ മുഖത്ത് ദേഷ്യം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. മാധവ് ശരത്തിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കണ്ണുകൾ കൊണ്ട് വേണ്ട എന്നുള്ള രീതിയിൽ കാണിച്ചു. ഒരു ചിരിയോടെ അവർ 2 പേരും അവരുടെ അടുത്തേക്ക് വന്നു. നിങ്ങൾ എന്താ മക്കളെ ഇവിടെ നിൽക്കുന്നത്? ചുമ്മാ ഞങ്ങള് കൂട്ടുകാരുമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിന്നതാണ്, ഉദയൻ പറഞ്ഞു. നിങ്ങളിത് എവിടെ പോയതാണ്? പോയിട്ട് കുറെ നേരമായല്ലോ, പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞിട്ട് ശരത്ത് ചോദിച്ചു. അത് പിന്നെ മോനെ, ഞങ്ങള് അച്ഛന്റെ ഫ്രണ്ടിന്റെ വീടുണ്ട് ഇവിടെ, അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയതാണ്. സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല, ശരത്തിന്റെ അമ്മ പറഞ്ഞതും ശരത്ത് അമ്മയെ നോക്കി. ഞങ്ങൾ എന്നാ പോയി ഫ്രഷ് ആകട്ടെ, നല്ല വിശപ്പുണ്ട്, അവർ പറഞ്ഞതും അതെന്തു പറ്റി? അച്ഛന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് ഒന്നും തിന്നാൻ കിട്ടിയില്ലേ? ഇല്ലടാ, ഞങ്ങൾ അവിടെ നിന്ന് നേരത്തെ ഇറങ്ങിയതാണ്, പിന്നെ ഭയങ്കര ബ്ലോക്കായിരുന്നു. എവിടെ? ഈ നാട്ടില് ബ്ലോക്ക് എവിടെയാണ്? ശരത്ത് ചോദിച്ചു. ഇവിടെയല്ല, ടൗണില്. അവരുടെ വീട് ടൗണിലാണ്, അവിടെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതിന് ശരത്ത് ഒന്ന് മൂളുക മാത്രം ചെയ്തു. അച്ഛനും അമ്മയും അകത്തേക്ക് കയറിപ്പോയത് കണ്ടതും ഉദയൻ പെട്ടെന്ന് സന്ദീപ് എന്ന് പറഞ്ഞുകൊണ്ട് ഓടി അകത്തേക്ക് കയറി. ഇതേ സമയം സന്ദീപ് ഗംഗയുടെ മുറിയിൽ അവളെയും പിടിച്ചു വലിച്ച് റൂമിലേക്ക് കയറിയിരിക്കുമ്പോഴാണ്. എന്താ സന്ദീപേട്ടാ? അവൾ ചോദിച്ചു. എനിക്ക് വീട്ടിൽ പോണം, അവൻ പറഞ്ഞതും. എന്ത്? എനിക്കിപ്പോ വീട്ടിൽ പോണം, അവൻ വീണ്ടും പറഞ്ഞതും. നിങ്ങൾ വീട്ടിൽ പോയിക്കോ, അതിന് ഞാൻ എന്ത് ചെയ്യണം? കൊച്ചു പിള്ളേര് വീട്ടിൽ പോണം എന്ന് പറയുന്നത് പോലെയാണല്ലോ, അവൾ പറഞ്ഞതും. ഗംഗ മോളെ, സഞ്ജയ് അവൻ വന്നിട്ടുണ്ട്, അവൻ വീട്ടിലുണ്ടാകും. ഇപ്പോഴാണ് ആ പൊട്ടൻ സച്ചി പറയുന്നത്. ഞാനിപ്പോ അവിടേക്ക് ചെന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും അവന്റെ വിളി വരും, പിന്നെ അമ്മയും വിളിക്കും, അതുകൊണ്ട് ഞാൻ വീട് വരെ പോയിട്ട് വരും, അവൻ പറഞ്ഞതും. എന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോകാം, അവൾ പറഞ്ഞു. വേണ്ട, ഞാൻ വന്നിട്ട് കഴിച്ചോളാം. ഇനിയിപ്പോ എപ്പോ വരാനാണ് സന്ദീപേട്ടാ? കഴിച്ചിട്ട് പോയാൽ മതി, അവൾ പറഞ്ഞു. എന്നാ പിന്നെ കഴിക്കാം, പക്ഷേ ഞാൻ വരുന്നത് വരെ നീ ഉറങ്ങരുത്, ഞാൻ വന്നിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ, അവൻ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ കവിളിൽ പിടിച്ചു. സന്ദീപേട്ടൻ വന്നിട്ടേ ഞാൻ കിടക്കൂ, പോരെ, അവൾ പറഞ്ഞു. പെട്ടെന്നാണ് ഉദയൻ അങ്ങോട്ട് ഓടിക്കയറി വന്നത്. പെട്ടെന്ന് സന്ദീപിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ സന്ദീപിന്റെ മറുകൈയിൽ ഗംഗയെ പിടിച്ചുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. റൂമിന് പുറത്തിറങ്ങിയപ്പോഴാണ് അത് ഉദയൻ കാണുന്നത്. നീ എന്തിനാണ് അവളുടെ കൈ പിടിച്ചിരിക്കുന്നത്? നീയല്ലേ എന്റെ കൈ പിടിച്ചു വലിച്ചത്? അപ്പൊ പിന്നെ ഞാൻ അവളെയും ഒരു കൂട്ടിന് കൂട്ടി ആണോ? ദേ, അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അമ്മേ, എന്റെ അച്ഛനും അമ്മയും എന്തിനാ ഇങ്ങോട്ട് വന്നത്? സന്ദീപ് ഞെട്ടിക്കൊണ്ട് ചോദിച്ചതും. നിന്റെ അച്ഛനും അമ്മയല്ല, ഇവളുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. ഹോ, ആശ്വാസമായി. ഇവളുടെ അച്ഛനും അമ്മയും വന്നോ? ആ വന്നു. അപ്പൊ നിനക്ക് എന്നെ വിളിക്കാറുന്നില്ലേ? അതല്ലേ ഞാൻ ചെയ്തത്. അപ്പൊ അവൻ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് സന്ദീപ് പെട്ടെന്ന് കൈവിട്ടു. ആ സമയമാണ് ഗംഗയുടെ അച്ഛനും അമ്മയും അവർ മുകളിലേക്ക് കയറി വന്നത്. അപ്പൊ പിന്നെ ഞാൻ നിന്റെ ഡേറ്റ് കൊടുക്കാം അല്ലേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അന്ന് നിനക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ലേ? ആ കുട്ടി പ്രത്യേകം പറഞ്ഞു നീ തന്നെ അവളുടെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യണമെന്ന്.
ഉദയൻ പറഞ്ഞതും ഗംഗയും സന്ദീപും പരസ്പരം നോക്കി. പിന്നെ ഗംഗയ്ക്ക് കാര്യം മനസ്സിലായതുപോലെ പറഞ്ഞോളൂ, ഞാൻ വന്ന് ചെയ്തോളാം. എന്നാ ശരി, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. പിന്നെ ഇവന്റെ കൂട്ടുകാരന്റെ സഹോദരിയുടെ ഫംഗ്ഷനും നിന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സന്ദീപിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഡേറ്റ് എന്നെ അറിയിച്ചാൽ മതി, അല്ലെങ്കിൽ എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി, ഗംഗ പറഞ്ഞു. അത് കേട്ടുകൊണ്ട് അവളുടെ അച്ഛനും അമ്മയും അങ്ങോട്ട് വന്നത്. മോൾക്ക് ഇവിടെ അത്യാവശ്യം വർക്കൊക്കെ ഉണ്ടല്ലേ? അവർ ചോദിച്ചതും അത്രയും നേരം ഉണ്ടായിരുന്ന സന്തോഷവും ചിരിയും ഗംഗയുടെ മുഖത്തു നിന്ന് മാറി. ഉണ്ട് എന്ന് മാത്രം പറഞ്ഞു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ? അവൻ പറഞ്ഞതും ഭക്ഷണം കഴിച്ചിട്ട് പോകാം. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. വേണ്ട, നീ കഴിച്ചിട്ട് പോ, അവിടെ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഉദയൻ സന്ദീപിന്റെ കൈ പിടിച്ചുകൊണ്ട് താഴേക്ക് പോയി. ഗംഗ അവരുടെ പുറകെ പോകാൻ പോയതും മോളെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, ഗംഗയുടെ അമ്മ പറഞ്ഞതും ഇപ്പൊ തന്നെ പറയണോ? ഭക്ഷണം കഴിച്ചിട്ട് കഴിഞ്ഞ് പറഞ്ഞാ പോരെ? അല്ലെങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ? അവൾ പറഞ്ഞുകൊണ്ട് അവരെ രണ്ടുപേരെയും നോക്കി അവിടെ നിന്നും പടികൾ ഇറങ്ങി താഴേക്ക് ചെന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.